ഒരുപാട് പുറത്തെ ഷോസ് ചെയ്യണ കാര്യം ചോദിക്കും. അപ്പൊ ഫുഡി ആണോ? ഏതെല്ലാം? ഞാനെല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ കേരള സ്റ്റൈൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് എനിക്കിഷ്ടം. സദ്യയാണ് ഏറ്റവും ഇഷ്ടം. ഓണമായതുകൊണ്ട് പറയല്ല, എന്നാലും സദ്യയാണ് എൻ്റെ ഫേവറേറ്റ്. ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ നല്ല വലിയ കുക്കൊന്നും അല്ല, ഞാൻ പറഞ്ഞല്ലോ. ഹസ്ബൻഡിനും മോനും ആണെങ്കിലും ചോറ് കറികൾ അതൊന്നും വലിയ താല്പര്യമില്ല. അപ്പം എനിക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യാൻ എനിക്ക് മടിയുമാണ്. അങ്ങനെയൊക്കെ കറികളൊക്കെ മെനക്കേടല്ലേ, ഞാൻ കുറച്ച് ദിവസം കൂടുമ്പോൾ എനിക്ക് ഈ ചോറും സദ്യ പോലെ എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ പൊതിച്ചോറ് ഓർഡർ ചെയ്ത് എൻ്റെ ആഗ്രഹം എനിക്ക് എല്ലാവരും ചെയ്യണ കാര്യങ്ങളാ, ഞാനൊക്കെ ചെയ്യണ കാര്യങ്ങളാ. കാരണം നമുക്ക് ഇത്രയും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കഴിക്കാൻ ആളില്ലെങ്കിൽ. അതെ, ഞാൻ എല്ലാം കഴിക്കും. കൂടുതൽ ഇഷ്ടം നമ്മുടെ നാടൻ ഫുഡാണ്. ഈ പാട്ടല്ലാണ്ട് വേറെ ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പം എക്സസൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ചോദിച്ചത്, എങ്ങനെയാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്തത്? അതിന് സീക്രട്ട് പറയൂ. കളിയാക്കിയതല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചത്. അല്ല, അതിപ്പോ നിങ്ങളുടെ ഒരു ലൈക്ക് സ്റ്റേജ് പെർഫോമൻസ് എല്ലാത്തിനും വേണമല്ലോ. അപ്പം അത് കുറച്ചും കൂടെ ഒക്കെ നോക്കേണ്ട ആൾക്കാരാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ പാട്ടുകാരിയായി മാത്രം സ്റ്റേജിൽ പാട്ട് മാത്രം പാടി നിൽക്കുന്ന ചിത്ര ചേച്ചിയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ട് കേട്ട് അത് ഒരു നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിലോട്ട് വരുമ്പോൾ അങ്ങനെ അക്സെപ്റ്റൻസ് കുറയും. അത്രമാത്രം അത് കാണാനും ഒരു ചന്തണ്ടാവണം, പാട്ടും പാടണം, നല്ല ഡ്രസ്സ് വേണം, നന്നായിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്നത് കാണാനാണ് ഓഡിയൻസിന് ഇഷ്ടം. അതിനുവേണ്ടിയാണ് അവർ നമ്മുടെ പ്രോഗ്രാം ചിലപ്പോൾ ബുക്ക് ചെയ്യുന്നത് പോലും, അല്ലേ? നമുക്ക് കാണാനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടിരിക്കണം. അതെ, അത് മസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലായിരിക്കാം ഇപ്പൊ. പക്ഷെ ഇന്നത്തെ കാലത്തല്ല, ഞാനിപ്പോ 20 വർഷമായി ഇപ്പൊ പറയുമ്പോഴാണ്, 20 വർഷമായിട്ടും ആ ഒരു ട്രെൻഡിലേക്ക് ഇങ്ങനെ 20 വർഷത്തിന്റെ ഒരു സ്റ്റൈലിംഗിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാ? അയ്യോ, അല്ല, കാലത്തിനനുസരിച്ച് ഇപ്പം പുതിയ ട്രെൻഡിങ് ആണല്ലോ. ലൈക്ക് ഇപ്പൊ ഓണം തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഒരു പെർഫെക്റ്റ് ഓണം ലുക്ക് എന്ന് പറഞ്ഞാൽ അഖിലയുടെ മനസ്സിൽ എന്തായിരിക്കും? ട്രഡീഷണൽ ആയിരിക്കുമോ അതോ നാടനായിരിക്കുമോ? ശരിക്കും ഒരു ഓണം ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു ഓണം ലുക്ക് ട്രഡീഷണൽ തന്നെയാണ്. ഓക്കെ, നാടൻ ട്രഡീഷണൽ ഓണം. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഓണം എന്ന് പറയുമ്പോ ഒരു മുണ്ടും നേരിയതും പൂമുല്ലപ്പൂവും, അതെ, അതൊക്കെ തന്നെയാണ് ഓണം. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന സ്ലീവ്ലെസ് ആണ്, ഇങ്ങനെ ഒരു സാരി ആണെങ്കിൽ പോലും അത് പെട്ടെന്നുള്ള ഒരു ചോയ്സ് ആയിരുന്നല്ലോ. നമ്മൾ അങ്ങനെ പറയുമ്പോ ആ ഒരു ലുക്ക് തന്നെയാണ് ഭംഗി.